വളരെ ആവേശത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടിയാണ് ഒരു രാജ്യത്ത് ടെക്നോക്രാറ്റുകളെ കാണുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്നത്, കൊണ്ടുപോകുന്നത്, മുന്നോട്ട് നയിക്കുന്നതെല്ലാം ടെക്നോക്രാറ്റുകളാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശാസ്ത്രജ്ഞരും ടെക്നോക്രാറ്റുകളുമാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ നയനാരും ഇവിടുത്തെ സംഘമൊക്കെ പോയി കണ്ട് KPP നമ്പ്യാരെ പോലെയുള്ള ആളുകളും കെൽട്രോണിലെ ആളുകളുമൊക്കെ പോയി കണ്ട് അവിടെ പോയി മനസ്സിലാക്കി അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ഇങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെ ആയിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് ടെക്നോ പാർക്ക് വന്നു, ഇൻഫോസിസ് വന്നു, ഇൻഫോ പാർക്ക് വന്നു. കേരളമാകെ ടെക്നോ പാർക്കുകളുടെ പ്രളയം തന്നെ ഉണ്ടായി. ഒരുപാട് ടെക്കികൾക്ക് ജോലി കിട്ടി. നമ്മുടെ മക്കളെല്ലാം പഠിച്ചിറങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവിനും ഒക്കെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടുന്നു. വലിയ ശമ്പളമാണ്, വലിയ കാറാണ്, വലിയ സംവിധാനങ്ങളാണ്, വലിയ വീട് വയ്ക്കുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു, വളരെ ആഡംബര ജീവിതം നയിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ടെക്കികൾ കിടുത്തി വീഴുന്നത് പോലെ ഒരുപാട് ടെക്കികളെ പിരിച്ചുവിടുന്നു. നമ്മൾ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. വൈറലായ വീഡിയോ ആണ്. എന്തായാലും നമ്മൾ വളരെ ഗൗരവപരമായിട്ടാണ് അത് സംഘടിപ്പിച്ചത്, ആ വീഡിയോ ചെയ്തത്. പക്ഷേ ടെക്കികളെ സംബന്ധിച്ചിടത്തോളം അവിടെ INTCയോ CITയോ BMSോ സർക്കാർ സംഘടനകളില്ല, യൂണിയനുകളില്ല. ആ സംഘടനകളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സംഘടന ഉണ്ടാക്കാൻ എളുപ്പവുമല്ല. കാരണം സർക്കാർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വിദേശത്തു നിന്നുള്ള അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ കമ്പനികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 24 മണിക്കൂറും വൈദ്യുതിയും 24 മണിക്കൂർ വെള്ളവും സുരക്ഷയും ഹർത്താലെല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള വേറൊരു വ്യാവസായിക അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കമ്പനികൾ നിലനിൽക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഹർത്താലോ ഒക്കെ നടത്തിയാൽ കമ്പനികൾ പൂട്ടിയിട്ട് പോകുമെന്ന് പേടിച്ച് തന്നെ നമ്മൾ അതിനൊന്നും മുതിരാറില്ല. അവിടെ സമരം വരാറില്ല. അതിൻ്റെതായ ചൂഷണവും അവിടെയുണ്ട്. ഒരു വശത്ത് പണം കിട്ടുന്നു, സുഖം കിട്ടുന്നു, അതൊരു ചെറിയ ന്യൂനപക്ഷത്തിനാണ്, മഹാഭൂരിപക്ഷത്തിനില്ല. അതേസമയം ഭൂരിപക്ഷത്തിന് അവിടെ ചൂഷണം നടക്കുന്നു. പല തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. നമ്മൾ എല്ലാം ചാനലിലൂടെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും വളരെ വലിയ ചൂഷണം നടക്കുന്ന ഒരു മേഖലയായി ടെക്കി മേഖലയുണ്ട്. അവിടെ എന്തായാലും 2 സംഘടന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് അനീഷ് പന്തലാനി പ്രോഗ്രസീവ് ടെക്കീസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരിക്കുന്നു. തൊഴിൽ നഷ്ടമാരുടെ കണക്കെടുപ്പ് പൂർത്തിമായില്ല, പിരിച്ചുവിടൽ തുടരുകയാണ്. പരമാവധി പേർക്ക് പകരം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഒരു പ്രശ്നം, വളരെ സീനിയറായി നിന്ന ആളുകൾക്ക് വലിയ ശമ്പളമായിരിക്കും കിട്ടുന്നത്. അവർക്ക് അതേ ശമ്പളത്തിൽ പുതിയ കമ്പനിയിൽ അതേ ജോലി കൊടുക്കുക എളുപ്പമല്ല. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. പതിറ്റാണ്ടുകളുടെ പരിചയമുള്ളവർക്ക് ലഭ്യമായ തുല്യ ജോലി ലഭ്യമാക്കുക വളരെ എളുപ്പമല്ല. എങ്കിലും അത് ശ്രമിക്കുമെന്നാണ് പ്രതിധ്വനിയുടെ ആഷിഖ് ശ്രീനിവാസൻ പറയുന്നത്. നമ്മൾ 10-600 പേരെ തന്നെ ഇതിനോടകം പിരിച്ചുവിട്ട് കഴിഞ്ഞു. ജീവനക്കാരെ കുറയ്ക്കാൻ IT രംഗത്ത് പമ്പനുകൾ വലിയ ഓഫറുകളാണ് വെക്കുന്നത്. ചിലർക്ക് പലരെയും പിരിച്ചുവിടുന്നു, ചിലർക്ക് പണം കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കാതിരിക്കുന്നു, ചിലർക്ക് തുടർന്നുള്ള പൈസ കൊടുക്കുന്നു, ചിലർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു. വലിയ കൺഫ്യൂഷനാണ് IT രംഗത്തുള്ളത്, അപ്പോൾ ടെക്നോക്രാറ്റിൻ്റെ രംഗത്തുള്ളത്. അപ്പോൾ സുഭാഷിതം ചാനൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് ടെക്കികളുടെ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ ആശാ വർക്കേഴ്സ്, അങ്കണവാടികൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ, ആയമാർ, കൃഷി തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ തുടങ്ങി മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ ഇത്തരത്തിൽ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തെ ഓരോ മേഖലയിലെയും തൊഴിലെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ കൂട്ടായി ശ്രമിക്കുകയും ചെയ്യും. അതൊരു കൂട്ടായ്മയാണ്. അങ്ങനെ നിരവധി കൂട്ടായ്മകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അംഗനവാടി കൂട്ടായ്മകൾ, ആശാ കൂട്ടായ്മകൾ, അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ചൂഷണത്തിനിടയാകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മകൾ, തൊഴിലുറപ്പുകാരുടെ കൂട്ടായ്മകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി, ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും രാഷ്ട്രീയമോ ഏതെങ്കിലും സംഘടനയെ പൊളിക്കാനോ ഒന്നുമല്ല. നമ്മൾ ചില കൂട്ടായ്മകളാണ്. അതുപോലെ ടെക്കികളുടെ കൂട്ടായ്മയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. സുഭാഷിതം ചാനൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കുക. ഞങ്ങളുടെ 2 മൊബൈൽ നമ്പർ ഇതിനകത്ത് വെക്കും. ആ മൊബൈൽ നമ്പറുകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെയും കൂടെ അറിയിക്കുക. ഞങ്ങൾ അറിയിക്കുന്ന പ്രശ്നങ്ങൾ പേരോ സ്ഥലമോ ഒന്നും ഞങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങളുടെ പ്രശ്നം സത്യസന്ധമാണെങ്കിൽ, അതിലൊരു യാഥാർത്ഥ്യബോധമുണ്ടെങ്കിൽ, അത് കറക്റ്റാണെങ്കിൽ ഞങ്ങൾ അത് സംബന്ധമായ വാർത്ത ചെയ്യുകയും അതുപോലെ തന്നെ അതിനാവശ്യമായ കൂട്ടായ്മയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതൊരു അരാഷ്ട്രീയമോ ആർക്കെങ്കിലും എതിരോ ഒന്നുമല്ല. കാരണം ഒരു മേഖലയിൽ നിൽക്കുന്ന തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും എന്നൊക്കെ പറയുന്ന വലിയ സങ്കല്പം വന്നിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി. പക്ഷേ ഇപ്പോഴും അടിമത്തത്തെ പോലെ ചൂഷണം ചെയ്യുന്ന മേഖലകളായി പലതും നിൽക്കുന്നു. ടെക്കി മേഖലയും അതിൽ നിന്ന് അപവാദമല്ല. ടെക്കി മേഖലയിലും ഇത്തരം ഒരുപാട് ദുഷ്പ്രവണതകളുണ്ട്, കൂട്ടക്കരച്ചിലുകളുണ്ട്, പിരിച്ചുവിടലുകളുണ്ട്. കുടുംബമായവർ എവിടെ പോകും എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ നൽകുന്നത് പോലെ തന്നെ തൊഴിൽ സുരക്ഷയും പ്രധാനമാണ്. ഒരു നിശ്ചിത വർഷം വരെ
തൊഴിൽ നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട് എന്നത് ഈ എഴുതപ്പെടാത്തത് ഒരു നിയമമാണ്. ഇന്ത്യൻ ഭരണഘടന മനുഷ്യന് നൽകുന്ന 21 ആർട്ടിക്കിൾ 21 അനുസരിച്ച് അന്തസ്സായി ജീവിക്കുവാനുള്ള ചുമതല, അല്ലെങ്കിൽ അന്തസ്സായി ജീവിക്കുവാനുള്ള അവസരം നൽകുവാനുള്ള ചുമതല, ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ട് എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ടെക്കികളുടെ മുന്നിൽ വയ്ക്കുന്നു. ടെക്കികൾ നമുക്ക് ഒന്നിച്ച് നിൽക്കണം. നിങ്ങൾക്ക് ഏത് വിഷയമുണ്ടെങ്കിലും സുഭാഷിതം ചാനലിലെ ഏത് സമയത്തും നിങ്ങൾക്ക് സമീപിക്കാം. ആവശ്യമായ എല്ലാവിധ രീതിയിലും നിങ്ങളുടെ ഇൻ്റർവ്യൂകൾ, അതുപോലെ നിങ്ങളുടെ പരാതികൾ, പരിഭവങ്ങൾ നേരിട്ടും പേര് പറഞ്ഞും പേര് പറയാതെയും എല്ലാം ഈ പൊതുസമൂഹത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് വയ്ക്കാം. അതിലൂടെ ഭരണകൂടങ്ങളും പൊതുസമൂഹവും ഇതൊക്കെ ഏറ്റെടുക്കട്ടെ. ടെക്കികൾ ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട് സുഭാഷിതം.